ചാടിപ്പോയ നടൻ ഷൈൻ ടോം ചാക്കോ നാളെ പോലീസിന് മുന്നിൽ ഹാജരാകണം. തൃശൂരിലെ വീട്ടിലെത്തിയാണ് പോലീസ് നോട്ടീസ് നൽകിയത്. ഇതിനിടെ നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ തിങ്കളാഴ്ച സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുൻപാകെ ഷൈൻ ഹാജരാകുമെന്ന് അച്ഛൻ CP ചാക്കോ പറഞ്ഞു. ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരായ നടപടി ആലോചിക്കാൻ ഫിലിം ചേംബറും തിങ്കളാഴ്ച യോഗം ചേരുന്നുണ്ട്. അടുത്ത 2 ദിവസം ഷൈൻ ടോം ചാക്കോയ്ക്ക് നിർണായകമാണ്. നാളെ 10 മണിക്ക് എറണാകുളം നോർത്ത് SI മുൻപാകെ ഹാജരാകണം. പിന്നാലെ വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ അന്വേഷണവും നേരിടണം. ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്തിനെന്ന് ഷൈന് പോലീസിന് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. ആരോ ആക്രമിക്കാൻ വരുന്നുവെന്ന് ഭയപ്പെട്ട് ഓടിയതാണെന്നാണ് ഷൈൻ്റെ മാതാപിതാക്കളുടെ വാദം. ബോൾഗാട്ടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്ത് 2 മണിക്കൂറുകൾക്കകം ഷൈൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞതോടെ ഈ വാദം പൊളിഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് പുതിയ കഥയുമായാണ് ഷൈൻ പോലീസിന് മുന്നിൽ എത്തുകയെന്നതാണ് അറിയാനുള്ളത്. നാളെ പോലീസിന് മുന്നിൽ ഹാജരായാൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ പരിശോധന നടത്താനുള്ള സാധ്യതയുമുണ്ട്. പോലീസിന് മുന്നിൽ എത്തിയില്ലെങ്കിൽ ഷൈന് വീണ്ടും നോട്ടീസ് നൽകും. പോലീസിനെ വെട്ടിച്ചു കടന്ന ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇതിനിടെ സിനിമാ സംഘടനകളുടെ നടപടികളോട് ഷൈൻ ടോം സഹകരിക്കുമെന്ന് അച്ഛൻ CP ചാക്കോ അറിയിച്ചു. വിൻസിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചോദിച്ചു പറയാൻ വേണ്ടി ഷൈനോട് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച. അപ്പൊ ഷൈൻ ഹാജരാവും, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ നോട്ടീസ് എങ്ങനെയാ വന്നിട്ടുള്ളത്? ആരുടെ ഇത് IC കമ്മിറ്റിയുടെ വക ഇത് മെയിൽ ചെയ്തിരിക്കുന്നു. വിൻസിയുടെ പരാതിയിൽ സൂത്രവാക്യം സിനിമയുടെ IC മുൻപാകെ ഹാജരായി ഷൈൻ തന്റെ ഭാഗം വിശദീകരിക്കും. അഭിനേതാക്കളുടെ സംഘടനയ്ക്ക് നൽകിയ നോട്ടീസിനും മറുപടി നൽകും. ഇവിടം കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല. വിൻസിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ശക്തമായ നടപടി പ്രഖ്യാപിച്ച ഫിലിം ചേംബർ ഷൈൻ വിഷയം ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച അടിയന്തര യോഗം ചേരുകയാണ്. സിനിമയിലെ ലഹരി ഉപയോഗത്തിൽ ഷൈനെതിരെ മാത്രമല്ല മറ്റു ചിലർക്കെതിരെ കൂടി കടുത്ത നടപടികളിലേക്ക് ഫിലിം ചേംബർ പോകാനുള്ള സാധ്യതയാണുള്ളത്.